വിഷ്ണു ഇങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കിയാൽ എൻ്റെ ജീവിതം കൂടെ പാളിപ്പോവും. വിഷ്ണു, ഈ പ്രായമുള്ളവരെ കരുതണമെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആ, അതുകൊണ്ട് മാത്രമാണോ അവരെ കരുതണ്ടേ? അല്ല, ഇപ്പം വിഷ്ണു കല്യാണം കഴിച്ചിട്ടുണ്ടോ? എന്നിട്ടും വിഷ്ണുവിന് ആ ഒരു ബോധം ഉണ്ടല്ലേ? അത് വലിയൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പ്രായത്തിൽ വിഷ്ണു ഇപ്പം എത്ര വയസ്സായി? 29-30. ആ, ഓക്കെ. ആ സമയത്താണ് ഞാൻ കെട്ടുന്നത്. അതുവരെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുന്ന നമ്മുടെ ശത്രുക്കളാണ് മാതാപിതാക്കൾ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. ആ, അതെ. പിന്നീട് വരുമ്പോഴാണ് എനിക്ക് മക്കളുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ചേട്ടാ ഇവരൊക്കെ പറയുന്ന വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിഷ്ണു കല്യാണം കഴിക്കാഞ്ഞിട്ടും അത് മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ്. അപ്പം വിഷ്ണുവിൻ്റെ ഫാദർ എന്ത് ചെയ്യുന്നു? മരിച്ചു. എത്ര വർഷമായി? 3 വർഷം. എന്തായിരുന്നു അസുഖം? എന്തായിരുന്നു? ന്യൂറോ സംബന്ധം. അമ്മ എന്ത് ചെയ്യുന്നു? വീട്ടിലുണ്ട്. ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ. വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പം വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? കെട്ടിച്ചു വിട്ടു. ഓക്കെ. അപ്പം ചുരുക്കം പറഞ്ഞാൽ അമ്മയും വിഷ്ണുവാണ് വീട്ടിൽ. അപ്പം അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നത് വിഷ്ണു, വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അമ്മ, അല്ലേ? അതൊരു അനുഗ്രഹമല്ലേ വിഷ്ണു? അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അല്ലേ പൈസയ്ക്ക് കിട്ടാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അല്ലേ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ പ്രായമുള്ളവരെ കരുതുക എന്ന് പറയുന്നത് അത് തന്നെയാണ്. അവരുടെ അനുഭവവും, അല്ലേ? അതെ, അത് അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിഞ്ഞൂടാ. സത്യമല്ലേ? അതെ. പക്ഷെ അവരിപ്പം ഇച്ചിരി ക്ഷീണത്തിലൊക്കെ ആയിരിക്കും. അമ്മയ്ക്ക് എത്ര വയസ്സായി? 61. ആ, അത് വലിയ പ്രായമൊന്നും അല്ല. ആ, ആരോഗ്യമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. എന്നാലും പഴയ പോലെ അത്ര ഓടി നടന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പം അമ്മയെ സഹായിക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം 3-4 കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയുമോ അമ്മ ഇത്രയും കറിയൊന്നും വേണ്ട, ഒരു കറി മതി എന്നൊക്കെ പറയുമോ? പറയാറുണ്ടോ? ആ, അതെ. എനിക്കും അത്. പക്ഷെ എന്നാലും അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം അവർ വഴിഞ്ഞൊഴുകുന്ന കറികളിൽ കൂടെയാണ്, അല്ലേ? ആ, എന്നൊക്കെ പറഞ്ഞാലും രാവിലെ എണ്ണീറ്റ് ഒരു ദോശയോ ഒക്കെ ഉണ്ടാക്കി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തരും, അല്ലയോ? ഇല്ലേ? നോക്കും. പക്ഷെ അതൊന്നും നടപടിയാകത്തില്ല. അവരെല്ലാം ഉണ്ടാക്കി തരും. അതുപോലെ രാത്രി ചെല്ലുമ്പോൾ അവിടെ നോക്കിയിരിക്കും, ശരിയല്ലേ? അല്ലെങ്കിൽ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ അന്നേരം വിളിക്കും, വിഷ്ണു മോനെ എവിടെ എത്തി, അല്ലേ? നീ വരുന്നുണ്ടോ? എയർപോർട്ടിലാണോ? എന്ത് പറ്റി? ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അതൊരു അനുഗ്രഹമല്ലേ വിഷ്ണു? നമുക്ക് വേണ്ടി ആരെങ്കിലും ചോദിക്കാനും കരുതാനും. അതുപോലെ നമ്മൾ പറയാതെ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വഴക്കം കിട്ടും, ഇല്ലയോ? ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ്. അപ്പോൾ എന്തായാലും അത് വലിയ കാര്യമാണത്, അല്ലേ? നമ്മളെപ്പറ്റി തിരക്കാനും നമുക്ക് തിരക്കാനും ആളുകളുണ്ടാകുക എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹ അവസ്ഥയെന്നേ പറയത്തുള്ളൂ. അത് ഏത് ജാതിയായാലും ഏത് മതമായാലും എന്ത് ജോലി ചെയ്താലും അത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം റോഡിലൊക്കെ പോകുമ്പം വേറെ ഇതുപോലെ പ്രായമുള്ളവർ വണ്ടി ഓടിച്ച് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? കാഴ്ചയുടെയും ചെവിയുടെയൊക്കെ. അപ്പം അവർക്കുള്ള ഉപദേശം എന്താ? അതായത് അവർ കഴിവതും അത് ഉപയോഗിക്കാതെ വല്ലതും ടാക്സിയോ അങ്ങനെയൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അവരുടെ ആരോഗ്യം അതെ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. അതെ. എനിവേ, താങ്ക് യു വിഷ്ണു. നല്ല കാര്യം വിഷ്ണു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അമ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.